ആശ്വാസം. കുമരംപുത്തൂരിൽ നിപ്പ ബാധിച്ചു മരിച്ച 57 വയസ്സുകാരന്റെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. നിലവിൽ ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ തുടരുകയാണ്. ഇതോടെ ജില്ലയിൽ പുതിയ നിപ്പ കേസുകളില്ല. മരിച്ചയാളെ കൂടാതെ തച്ചനാട്ടുകര സ്വദേശിയായ യുവതിക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 17 പേർ ഐസൊലേഷനിലുണ്ട്. ജില്ലയിൽ 2 നിപ്പ ബാധിതരിൽ നിന്ന് 435 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 1414 വീടുകളിൽ സന്ദർശനം നടത്തി. കുമരംപുത്തൂർ, കാരാകുറിശി, കരിമ്പുഴ പഞ്ചായത്തുകളിലെയും മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകളിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കരുത്. ഈ വാർഡുകളിലേക്കുള്ള അനാവശ്യമായ പ്രവേശനവും പുറത്തു കടക്കലും ഒഴിവാക്കാൻ കർശനമായി നിരീക്ഷിക്കുകയും പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ടെന്നും പരിഭ്രാന്തി പരത്തുന്ന വിധത്തിൽ ജനങ്ങൾക്കിടയിൽ വ്യാജ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ച ഒരാൾക്കെതിരെ കേസെടുത്തെന്നും പോലീസ് അറിയിച്ചു. കേന്ദ്ര വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. GLPS പെരുമ്പടേരിയിൽ ഇന്നലെ ആരംഭിച്ച സ്പെഷ്യൽ ക്ലിനിക്കിൽ പരിശോധനയ്ക്കായി 76 പേരാണ് എത്തിയത്.